ഇന്നിപ്പോൾ നമ്മുടെ മലയാളികൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് മീൻ ഓവറായിട്ട് അത് പൊരിച്ച് അതിനെ ഒരുപാട് കരിച്ച് മുരിച്ച് കഴിക്കാം. യഥാർത്ഥ മീനിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതൊരു ജ്യൂസി ആയിട്ട് കഴിക്കണമെങ്കിൽ അത് ഒരുപാട് വേവിക്കാതെ, അതായത് ഫിഷ് ആവശ്യത്തിന് വേവിച്ച് അതിൻ്റെ ജ്യൂസിയോട് കൂടി കഴിച്ചാലാണ് ആ മീനിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഫാസ്റ്റിംഗ് ഷുഗർ ഏകദേശം 300 ഉണ്ടായിരുന്നു, അതുപോലെ BP ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. മമ്മി അതിന് 10 വർഷമായിട്ട് ഏകദേശം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇന്ന് മമ്മി ഒന്നിനും മരുന്ന് കഴിക്കുന്നില്ല. ഇന്ന് മമ്മിയുടെ ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറയുന്നത് 80 ആണ്. ഒരു ചെറിയ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. ശരിക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ആവശ്യ സമയത്ത് ആവശ്യത്തിന് കഴിച്ചാൽ നമ്മൾ ശരിക്കും ഏറ്റവും ആരോഗ്യവാന്മാരായിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. പുറത്തുനിന്ന് നോക്കണ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം ഷെഫ് കെൽത്തിയിലാണ്, അതായത് കെൽത്തി കിച്ചണിലാണ്. ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതല്ല. ആഫ്റ്റർ ഓൾ യു ആർ എ ഷെഫ്. സോ ഷെഫിന് അതൊരു വലിയൊരു റോക്കറ്റ് സയൻസ് അല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെത്താനെ ചെയ്യാന്നുള്ളൊരു പരിപാടി. ശ്രമിക്കുന്നില്ല എന്നല്ല, അവർക്കതിനെക്കുറിച്ചൊരു ബോധ്യമില്ല, അതായത് ഒരു അറിവ് കിട്ടുന്നില്ല. എന്താണ് കഴിക്കേണ്ടത്? എല്ലാവരും ടേസ്റ്റിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ, ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു തലമുറയാണ്. ഹെൽത്തിയിലേക്ക് സ്വാഗതം. ഡയറ്റ് എന്നത് പട്ടിണി കിടക്കുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉള്ളതാണ്. അതങ്ങനെയല്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. വേറെ ആരുമല്ല, ഹെൽത്തിയിലെ തന്നെ ഷെഫായ ഷെഫ് അജോയാണ്. ഹലോ ഷെഫ്. ഷെഫിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഡയറ്റ്? ഡയറ്റ് എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട്. ഇപ്പോൾ കീറ്റോ ഡയറ്റ് ഉണ്ട്, ലോ കാർബ്സ് ഡയറ്റ് ഉണ്ട്, ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഉണ്ട്. ആവശ്യത്തിനുള്ള ഭക്ഷണം ആവശ്യമുള്ള സമയത്ത് ആവശ്യത്തിന് കഴിക്കുന്നതിനാണ് ഡയറ്റ് എന്ന് പറയുന്നത്. അമൃതം അധികമായാൽ നല്ലതല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ആവശ്യത്തിനുള്ള ഭക്ഷണം ആവശ്യമുള്ള സമയത്ത് ആവശ്യത്തിന് കഴിക്കുക, അതാണ് ഡയറ്റ്. ഇന്നെല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് പട്ടിണി കിടന്നാണ് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന്. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് നമ്മൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ വീണ്ടും ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നത് അതേപോലെ തന്നെ ആ കുറഞ്ഞു കൊടുത്തു നിന്ന് അത് കൂടി വരും. ആ സമയം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ വെയിറ്റ് കുറച്ചാൽ ഉറപ്പായിട്ടും അത് നിലനിൽക്കും. അത് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പലപ്പോഴും പറഞ്ഞായിരുന്നു, ഒരു 3 കിലോ കഴിയുമ്പോൾ ഷെഫ് വീണ്ടും പഴയ രീതിയിലേക്ക് മാറുമെന്ന്. ഇന്ന് എനിക്ക് അവർക്ക് അത് തെളിയിച്ചു കൊടുക്കാൻ സാധിച്ചു. എൻ്റെ ശരീരത്തിന് എന്താണോ ആവശ്യമുള്ളത് കഴിച്ചുകൊണ്ടാണ് ഞാൻ ഈ വെയിറ്റ് ലോസിലേക്ക് കിടന്നത്. അതുകൊണ്ട് ഇന്നും അത് ഇപ്പോൾ ഒരു ഏകദേശം 1 ഇയറിലേക്കാവുന്നു ഈ വെയിറ്റ് ലോസ് കണ്ടിന്യൂ ചെയ്യുന്നത്. 94 കിലോ ഉണ്ടായിരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു നോർമൽ വെയിറ്റിനേക്കാളും കൂടുതൽ വരുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. അതായത് 94 ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കയറ്റം കയറുമ്പോൾ നമ്മളെ കിതയ്ക്കുക, അതുപോലെ എപ്പോഴും കിടക്കുക എന്നുള്ളൊരു ചിന്താഗതി, ക്ഷീണം, അതുപോലെ ഒന്നും ചെയ്യാനുള്ളൊരു ഉന്മേഷക്കുറവ്, എപ്പോഴും ഒരു ടയർഡ്നെസ് ആയിരുന്നു. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ശരിക്കും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ചിന്താഗതി എൻ്റെ മനസ്സിട്ട് കയറാൻ കാരണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ട്രഗിള് വന്ന സമയത്ത് നോർമലി ഇതിങ്ങനെ പോയാൽ പോരാ, 94 എന്നുള്ള ചിലപ്പോൾ 100 ആവുമായിരിക്കും എന്ന് തോന്നിയ ആ ഒരു നിമിഷത്തിലായിരിക്കും ചിലപ്പോൾ അത് കുറയ്ക്കാനായിട്ടുള്ളൊരു അല്ലേ. ഞാനങ്ങനെ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഒത്തിരി പ്രയത്നങ്ങൾ നടത്തിയ ഒരാളാണ്. ഇപ്പോൾ ജിമ്മിൽ പോയി നോക്കി, എക്സസൈസ് ചെയ്ത് നോക്കി, അങ്ങനെ എല്ലാം ചെയ്ത് നോക്കിയിട്ട് ഭക്ഷണം കുറച്ച് നോക്കി. ഇതെല്ലാം കുറച്ച് നാൾ പരിഹാരം കണ്ടു, പിന്നെ വീണ്ടും അത് പഴയപടിയിലേക്ക് പോവുക. അങ്ങനെ ഒരു സമയത്താണ് ഹെൽത്തിയിൽ എത്തിച്ചേരപ്പെടുന്നത്. ഇവിടെ വന്ന് ഈ ഒരു ഡയറ്റ് പ്ലാനിനെ കുറിച്ച്, അതായത് നമുക്ക് ആവശ്യമുള്ളത് കഴിക്കുക എന്നുള്ളത്, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ, അതുപോലെ ഫൈബർ, അതുപോലെ കാർബ്സ്, അതുപോലെ വിറ്റാമിൻസുകൾ, മിനറൽസ്, വാട്ടർ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതായത് പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തെ റീവർക്ക് ചെയ്യുന്നത്, ഫൈബറാണ് നമ്മുടെ ശരീരത്തെ ഡൈജഷൻ ക്ലിയർ ആക്കുന്നത്, അതുപോലെ കാർബ്സാണ് നമുക്ക് എനർജി നൽകുന്നത്, വിറ്റാമിൻസുകൾ, മിനറൽസുകൾ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇത് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് എത്രയാണോ ആവശ്യം അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനുള്ള ആവശ്യമുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞു. അതിൽ കൂടുതൽ നമ്മൾ കഴിക്കുമ്പോഴാണ് ശരീരത്തിന് അത് ദോഷകരമായിട്ട് ബാധിക്കുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ് ഗുഡ് ഫാറ്റ്സ്, അതായത് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനായിട്ട് ഗുഡ് ഫാറ്റ്സ് ആവശ്യമാണ്. ഇതെല്ലാം കൂടി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ളത് മാത്രം ഇൻടേക്ക് എടുക്കുക എന്നുള്ളത്, ആവശ്യമുള്ളത് ആവശ്യത്തിന് കഴിക്കുക എന്നുള്ളതും പ്രാധാന്യമാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കുക, അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്. യെസ്. ഷുഗർ ക്രേവിംഗ് ഒക്കെ ഉള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ മധുരമൊക്കെ കഴിക്കണമെന്ന് നമ്മൾ ആലോചിക്കും, എന്താണ് സംഭവിക്കണതെന്ന് അവർക്ക് അറിയില്ല.
മധുരം കഴിക്കാൻ വേണ്ടി ജീവിക്കുകയാണ്. എന്നാൽ നമുക്ക് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണം നമുക്ക് കഴിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഉന്മേഷവാനായിട്ടിരിക്കും, കൂടുതൽ ആരോഗ്യവാനായിട്ടിരിക്കും. ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ ശരീരത്തിൽ ഇത്ര വ്യത്യാസം ഉണ്ടായത്, അതായത് വെയിറ്റ് ലോസ് ഉണ്ടായത് ഭക്ഷണം കഴിച്ചിട്ടാണെന്ന് പറഞ്ഞു. പുറത്തുനിന്ന് നോക്കണ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം ഷെഫ് കെൽത്തിയിലാണ്, അതായത് കെൽത്തി കിച്ചണിലാണ്, ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതല്ല. ആഫ്റ്റർ ഓൾ യു ആർ എ ഷെഫ്. യെസ്. സോ ഷെഫിന് അതൊരു വലിയൊരു റോക്കറ്റ് സയൻസ് അല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെത്താനെ ചെയ്യാന്നുള്ളൊരു പരിപാടി. ഇത് സാധാരണക്കാർക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ കെൽത്തിയിലെ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ കെൽത്തിയിൽ യൂസ് ചെയ്യുന്നത് അവക്കാഡോ ഓയിൽ, എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിൽ, അതുപോലെയുള്ള ഐറ്റംസാണ്. നമ്മൾ ഏറ്റവും കൂടി വെജിറ്റബിൾസ്, ആസ്പ്രാഗസ്, ബ്രൊക്കോളി, ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കൂടുതലും കെൽത്തിയിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്ക് വീട്ടിൽ സാധാരണക്കാരെ സംബന്ധിച്ച് ബ്രൊക്കോളി മേടിക്കുക, ആസ്പ്രാഗസ് മേടിക്കുക, അവക്കാഡോ ഓയിൽ മേടിക്കുക, എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിൽ മേടിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഒരു സാധാരണ കുടുംബത്തിൽ പെട്ടവർക്ക്. അന്നേരം സാധാരണ ഒരു വീട്ടമ്മേനെ സംബന്ധിച്ച് ഇന്ന് അവർക്ക് സുലഭമായി കിട്ടുന്ന നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, നമ്മുടെ വീട്ടിൽ പറമ്പിലും കിട്ടുന്ന നല്ല വാഴക്കൂമ്പുകൾ, അതുപോലെ പിണ്ടി, അതുപോലെ മധുരക്കിഴങ്ങുകൾ, അത് നമുക്ക് നാട്ടിൽ കിട്ടുന്ന നല്ല മീനുകൾ, ചെറിയ പ്രത്യേകിച്ചും ചാള, കൊഴുവ, മാക്രൽ, ഇതുപോലത്തെ ഇതിൽ ഒമേഗ 3 ഒത്തിരി ഉണ്ട്. അതുപോലെ നമുക്ക് വല്ലപ്പോഴും ചിക്കൻ, അതുപോലെ ബീഫ്, അതുപോലെ നമുക്ക് സുലഭമായി കിട്ടുന്ന കോഴിമുട്ടകൾ. ശരിക്കും കോഴിമുട്ടയിൽ ഒരു മുട്ടയിൽ 6 ഗ്രാം പ്രോട്ടീൻ ഇരിക്കുന്നുണ്ട്. അതുപോലെ എഗ് യോക്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ D3, അതുപോലെ B1, B12, ഇതെല്ലാം ഈ മുട്ടയിലും അടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് നമ്മുടെ എല്ലാ വീടുകളിലും സുലഭമായി കിട്ടുന്നതാണ്. വലിയ കോസ്റ്റ് അഫോർഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഒരു ചെറിയ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ ആരും കണ്ണു തുറത്ത് നോക്കണില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ മീനിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇപ്പോൾ നമ്മളിപ്പോൾ ചാള, കൊടുവ എന്നുള്ള കാര്യം പറഞ്ഞു, ഒമേഗ 3 ഒക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫിഷസ് ആണ് അതെല്ലാം. പക്ഷേ ഇതെല്ലാവരും കുക്ക് ചെയ്യണ ഒരു രീതിയുണ്ട്. ഒന്നില്ലെങ്കിൽ അത് ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരൊരു മുളകിട്ടിട്ടുള്ളൊരു കറി ഉണ്ടാക്കും. ഇങ്ങനെ കഴിച്ചാൽ അത് ഹെൽത്തി ആയിരിക്കും. നമ്മളിപ്പോൾ മീൻ വറക്കുക എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മുടെ മലയാളികൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് മീൻ ഓവറായിട്ട് അത് പൊരിച്ച് അതിനെ ഒരുപാട് കരിച്ച് മുരിച്ച് കഴിക്കുക. യഥാർത്ഥ മീനിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതൊരു ജ്യൂസി ആയിട്ട് കഴിക്കണമെങ്കിൽ അത് ഒരുപാട് വേവിക്കാതെ, അതായത് ഫിഷ് ആവശ്യത്തിന് വേവിച്ച് അതിൻ്റെ ജ്യൂസിയോടുകൂടി കഴിച്ചാലാണ് ആ മീനിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ ബാക്കിയുള്ള ഐറ്റംസും നമ്മൾ കുക്ക് ചെയ്യുന്ന രീതികളിലും നമ്മളൊന്ന് കുറച്ച് ചേഞ്ച് ചെയ്യണം. നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചിരിക്കുന്ന ദിനചര്യകൾ ഒന്ന് വ്യത്യാസപ്പെടുത്തി അടിപൊളിയായിട്ട് നമ്മുടെ കാര്യങ്ങൾ പൊക്കോളും. തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് നോർമൽ വീട്ടിൽ ചെയ്ത് കൊടുക്കാം. ഇതുകൊണ്ടുള്ള ഗുണം എൻ്റെ പേഴ്സണൽ ജീവിതത്തിലേക്ക് കിടന്നാൽ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിക്ക് ഏകദേശം 78 വയസ്സായി. ഫാസ്റ്റിംഗ് ഷുഗർ ഏകദേശം 300 ഉണ്ടായിരുന്നു. അതുപോലെ BP ഉണ്ടായിരുന്നു, അതുപോലെ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. ഇന്ന് മമ്മി അതിന് 10 വർഷമായിട്ട് ഏകദേശം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് മമ്മി ഒന്നിനും മരുന്ന് കഴിക്കുന്നില്ല. അതായത് പൂർണ്ണമായിട്ട് ഈ അസുഖങ്ങൾ. ഇന്ന് മമ്മിയുടെ ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറയുന്നത് 80. ഈ മരുന്ന് കഴിക്കാതെ ഈ ഫാസ്റ്റിംഗ് ഷുഗർ 300-ൽ നിന്നും എങ്ങനെ 80-ലേക്ക് വന്നതിൻ്റെ ഒരു പരിപാടി? അത് ഇപ്പോൾ എൻ്റെ മമ്മിയുടെ ഒരു ദിനചര്യ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മി രാവിലെ, അതായത് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ, മമ്മി കഴിക്കുന്നൊരു ഫുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ മുട്ട, എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കുന്നു. 2 മുട്ട അല്ലെങ്കിൽ 3 മുട്ട കഴിക്കും. എല്ലാ ദിവസവും ഇപ്പോൾ മുട്ട ഉണ്ടാവണമെന്നില്ല. ചില ദിവസങ്ങളിൽ മമ്മി കഴിക്കുന്നത് ഇപ്പോൾ വീട്ടിലുണ്ടാകുന്ന വാഴക്കൂമ്പ് ഒടിച്ച് അതിലിട്ട് ഇച്ചിരി പയറും ചേർത്ത് തോരനായിട്ട് ഉണ്ടാക്കി കഴിക്കും. ചില സമയങ്ങളിൽ പിണ്ടി, അതിലേക്ക് വൻപയറും കൂടി മിക്സ് ചെയ്ത് അതിലിച്ചിരി തേങ്ങയിട്ട് അതൊരു തോരനാക്കി ഉണ്ടാക്കി കഴിക്കും. ഇത് കുക്ക് ചെയ്യുന്നത് വെളിച്ചെണ്ണയില, അങ്ങനെ ഉണ്ടാക്കി കഴിക്കും. അതാണ്. പിന്നെ ചില ദിവസങ്ങളിൽ മമ്മി കഴിക്കുന്നത് പഴങ്കഞ്ഞിയാണ്. ഈ പഴങ്കഞ്ഞി നമ്മൾ നേരത്തെ കഴിച്ച രീതിയിലല്ല എൻ്റെ മമ്മി ഇപ്പോൾ പഴങ്കഞ്ഞി കഴിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ തൈരെടുത്തു, അതിലേക്ക് കുറേ ചോറിട്ടു, ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ മമ്മയിലൊരു മാറ്റം വരുത്തിയതെന്ന് പറയുന്നത് നമ്മൾ ചോറ് നേരത്തെ എടുത്തതിൻ്റെ ഒരു കാലിലൊരു ചെറിയൊരു ഭാഗം മാത്രമാക്കി, അതും തവിടുള്ള ചോറ്, നോൺ പോളിഷ്ഡ്. യെസ്. അതും വളരെ ഒരു 100 ഗ്രാം ചോറ് നമ്മൾ എടുക്കുന്നു. അതിലേക്ക് നമ്മൾ തൈര് ഒഴിക്കുന്നു, ഇഞ്ചിയും പച്ചമുളകും ഉപ്പും കറിവേപ്പിലയും കൂടി നമ്മൾ ചേർക്കുന്നു. ഇതിൻ്റെ കൂടെ ഇത്രയും കഴിച്ചാൽ ഒരു പ്രായമുള്ളവരെ സംബന്ധിച്ച് വിശപ്പ് മാറില്ല. എന്നാൽ അതിലേക്ക് നമ്മൾ കുറച്ച് കുക്കുംബർ, കുറച്ച് ക്യാരറ്റ്, ഇതെല്ലാം അടുത്ത ദിവസം നമ്മൾ വെട്ടിയിടുന്നു. അതായത് ഇതും കൂടി കഴിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നമുക്ക് നമ്മുടെ പ്രോബയോട്ടിക്കുമായി, പ്രോട്ടീനുമായി, ഫൈബറുമായി നമ്മുടെ വയറും നിറയും. അന്നേരം രാവിലെ ഏകദേശം പട്ടിണി കിടക്കുന്നില്ല, മമ്മിയുടെ വയറും കൂടെ ഫുള്ളായി. ഇതിന് ശേഷം മമ്മി ലഞ്ചിലേക്ക് കിടന്നു കഴിഞ്ഞാൽ ഉച്ചഭക്ഷണമായിട്ട് മമ്മി കഴിക്കുന്നത് ചില ദിവസങ്ങളിൽ മമ്മി അവിയലുണ്ടാക്കി കഴിക്കുന്നതാണ്. അത് ഇന്ന കിട്ടുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണോ, ചിലപ്പോൾ കപ്പങ്ങ വീട്ടിൽ നിന്ന് കപ്പങ്ങ ഒരെണ്ണം പറിച്ച് അത് കപ്പങ്ങ ഇടുന്നതാണ്, ചേന ഇടുന്ന, ചേമ്പ് ഇടുക, മുരിങ്ങാക്കോല്, ഇത് ഏതൊക്കെയാണോ അവൈലബിൾ വീട്ടിൽ കിട്ടുന്ന ഏതൊക്കെയാണോ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും മിക്സ് ചെയ്തിട്ട് അവിയലുണ്ടാക്കി കഴിക്കും. ചിലപ്പോൾ അവിയലിൻ്റെ കൂടെ ചോറും കൂടി മിക്സ് ചെയ്യും,
ചിലപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ട് അതും ഒരൊറ്റ മീലായിട്ടും കൂടി കഴിക്കും. ഇനി ചില ദിവസം കഴിക്കുന്നത് ഇപ്പോൾ സ്റ്റൂ, നമ്മൾ എല്ലാ വീടുകളിലും അപ്പവും സ്റ്റൂ എല്ലാം കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് സ്റ്റൂ ഉണ്ടാക്കി കഴിക്കും. ഈ സ്റ്റൂവിൻ്റെ കൂടെ സ്റ്റൂവിൽ നമ്മൾ കുറച്ച് റൈസ് ചേർക്കും, ഈ പോളിഷ് ചെയ്യാത്ത റൈസ് നമ്മൾ കുറച്ച് ചേർക്കും. അതുകൂടാതെ ചിക്കൻ ആഡ് ചെയ്യും. ചിക്കൻ ഉള്ള ദിവസമാണെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യും. അങ്ങനെ ഒരു മിക്സ് ചെയ്തിട്ട് കഴിക്കും. അതുപോലെ മമ്മി ചില ദിവസങ്ങളിൽ ഇപ്പം മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കാറുണ്ട്. ചില ദിവസം ചക്ക കഴിക്കും. അത് ചക്കയുടെ കൂടെ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് കഴിക്കും. ചക്ക എന്ന് പറഞ്ഞാൽ ചക്കപ്പഴമാണോ? അല്ല, പച്ചച്ചക്കയുടെ കൂടെ ചക്കച്ചോള ഉണ്ടാവും, അതിൻ്റെ കൂടെ ചക്കക്കുരു ചിലപ്പോൾ ഇടും. വേറെ വെജിറ്റബിൾസ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ കുറച്ച് പ്രോട്ടീനും കൂടി ആഡ് ചെയ്യും. ഓക്കെ. ഇനി ഡിന്നറിലേക്ക് കിടന്നു കഴിഞ്ഞാൽ മമ്മി ചില ദിവസം ചെറിയൊരു കഷ്ണം പുട്ട്, അത് വളരെ ചെറിയ കഷ്ണം പുട്ട്, അതിൻ്റെ കൂടെ ചിലപ്പോൾ കടലക്കറി കഴിക്കും, ചിലപ്പോൾ പയറൊലത്തിയത് കഴിക്കും, ചിലപ്പോൾ മുട്ടയായിരിക്കും കഴിക്കുന്നത്. അതായത് പ്രോട്ടീനും കാർബ്സും മിനറൽസും ഫൈബറും വിറ്റാമിൻസും എല്ലാം കൂടി ചേർന്ന ഒരു ഫുഡാണ് മമ്മി കഴിക്കുന്നത്. ഓക്കെ. ഇത് അന്നേരം മമ്മിയുടെ വയറ് നിറച്ചത് കഴിക്കുന്നത്. അത് ചെറിയ കുറച്ച് ഡയറ്റ് ചെയ്ത് പട്ടിണി കിടക്കുന്ന, അതായത് മമ്മിയുടെ വിശപ്പ് മാറ്റാതെയല്ല, ആവശ്യത്തിന് വിശപ്പ് മാറ്റിയിട്ടാണ് കഴിക്കുന്നത്. ആവശ്യത്തിന് അതായത് മമ്മിയുടെ ആവശ്യത്തിന് മമ്മി കഴിച്ചു. അതായത് മമ്മിക്ക് നല്ല എനർജി ഉണ്ട്, മമ്മി ഒട്ടും ക്ഷീണമല്ല. മറ്റേതെന്ന് വെച്ചാൽ ഡയറ്റ് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മി പട്ടിണി കിടക്കാൻ നോക്കുമായിരുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുമായിരുന്നു. ഇപ്പം മമ്മിയുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ച് മമ്മി ഇങ്ങനെ ഡയറ്റ് നോക്കുന്നു. ശരിക്കും ഒരു 6 മാസം കൊണ്ടാണ് മമ്മിയിൽ ഈ വന്നൊരു ചേഞ്ച്. 6 മാസം കൊണ്ടാണ് ഈ 10 വർഷമായിട്ട് കഴിച്ച മരുന്നുകളൊക്കെ എല്ലാം നിർത്തി. ഇന്ന് മമ്മിയുടെ ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറയുന്നത് 80 ആണ്. കാരണം ഇത് ഇത്രയും ഞാൻ എടുത്ത് പറയാൻ കാരണം എൻ്റെ മദറിനിലോ ഈ മാറ്റം കണ്ടിട്ട്, എൻ്റെ വൈഫിൻ്റെ മദറിനൊരു സർജറി ഉണ്ടായിരുന്നു. ഈ സമയത്ത് വൈഫിൻ്റെ മദറിനെ എൻ്റെ വീട്ടിൽ കൊണ്ടു ചേർത്തു. മമ്മിയുടെ ഷുഗർ ഏകദേശം ഫാസ്റ്റിങ്ങിൽ 350 അങ്ങോട്ടായിരുന്നു. അത് ഒറ്റയാഴ്ച കൊണ്ട് വീട്ടിൽ വന്നു നിന്നപ്പോൾ അത് 135 ആയി. ഈ വീട്ടിലെ ഫുഡ്, മമ്മി കഴിക്കുന്ന സെയിം ഫുഡ് തന്നെ എൻ്റെ വൈഫിൻ്റെ മമ്മിക്കും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല വ്യത്യാസം വന്നു. അന്നേരം ഹോസ്പിറ്റലിൽ ചെക്കപ്പ് പോയി കഴിഞ്ഞപ്പോൾ എവിടെയാണ് നിന്നത്, അവിടെ തന്നെ കുറച്ച് ആൾ കൂടി നിൽക്കാനാണ് അവർ പറഞ്ഞത്. ശരിക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ആവശ്യ സമയത്ത് ആവശ്യത്തിന് കഴിച്ചാൽ നമ്മൾ ശരിക്കും ഏറ്റവും ആരോഗ്യവാന്മാരായിട്ട്, ഏറ്റവും ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. കൃത്യമായ ഭക്ഷണം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കൃത്യമായ ആരോഗ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും. കെൽത്തി ശരിക്കും ഒരു ഗട്ട് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്. ഗട്ട് ഹെൽത്ത് അച്ചീവ് ചെയ്യാൻ ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്? നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഡയറ്റിൻ്റെ ഒരു ഭാഗം കൂടി തന്നെയാണ് ഈ ഗട്ടിൻ്റെ ഹെൽത്തും കൂടി. അതായത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് ഗട്ടിനെ നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ. കാരണം ഇത് രണ്ടും കൂടി യോജിച്ചാൽ മാത്രമാണ് നമുക്കൊരു ഡയറ്റ് പൂർണ്ണ രൂപത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. ഞാനിപ്പോൾ എൻ്റെ മമ്മിയുടെ കാര്യം തന്നെ പറഞ്ഞായിരുന്നു. എൻ്റെ മമ്മി ചില ദിവസങ്ങളിൽ കഴിക്കുന്നത് പഴങ്കഞ്ഞിയാണ്. ഈ പഴങ്കഞ്ഞി ഒരു പ്രോബയോട്ടിക് ഡ്രിങ്കാണ്. അന്നേരം ഈ പ്രോബയോട്ടിക് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ശരിക്കും നല്ല ഗുഡ് ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നു, ക്ലിയർ ആകും, നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ആരോഗ്യമുള്ളതാക്കി മാറ്റുന്നു. അതിനത്ര ഈ ഡയറ്റിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ പ്രോബയോട്ടിക്സ് നമുക്ക് കഴിക്കുക, അതിൻ്റെ ഒപ്പം തന്നെ ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഗുഡ് ബാക്ടീരിയാസുടെ ഫുഡും കൂടി നമ്മൾ കഴിക്കണം. അതാണ് പ്രീബയോട്ടിക്, അതായത് നാരടങ്ങിയ ഫൈബർ അടങ്ങിയ ഫുഡുകൾ. അന്നേരം ഇത് പൂർണ്ണമായി ചേർന്നാൽ മാത്രമാണ് നമ്മുടെ ഒരു ഡയറ്റ് കംപ്ലീഷൻ ആവുള്ളൂ. ഇപ്പോൾ എൻ്റെ മമ്മി പ്രോബയോട്ടിക്സിന് വേണ്ടി തൈര് കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു. ചില ദിവസം നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് അത് കഴിക്കുമായിരുന്നു. അതുപോലെ ഇപ്പോൾ കമ്പൂച്ച, ഞാൻ വീട്ടിൽ കമ്പൂച്ച ഉണ്ടാക്കുന്നുണ്ട്, അന്നേരം കമ്പൂച്ച കഴിക്കുമായിരുന്നു. അങ്ങനെ മാറി മാറി ഓപ്ഷൻ അനുസരിച്ച് നമ്മൾ കഴിക്കും. വീട്ടിലുണ്ടാക്കുന്ന തൈര് ഒഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈര്, നമ്മൾ മേടിക്കുന്ന തൈരല്ല, വീട്ടിലുണ്ടാക്കുന്ന തൈര് ഉപയോഗിച്ച്. അത് നല്ലൊരു പ്രോബയോട്ടിക് ഡ്രിങ്കാണ്. പിന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് കാഞ്ഞി. അതായത് ഇപ്പോൾ ബീട്രൂട്ട് ക്യാരറ്റോ ക്യാബേജ് എല്ലാം ഉപ്പും കടുകും കൂടി അരച്ച് നമ്മൾ കുപ്പിലാക്കിയിട്ട് വെയിലത്ത് വയ്ക്കുക ഒരു 3 ദിവസം. അത് കിട്ടുന്നൊരു നല്ലൊരു പ്രോബയോട്ടിക് ഡ്രിങ്കാണ്. ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ ഹെൽത്തിനെ അത് ഇമ്പ്രൂവ് ചെയ്യും. ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആയാൽ മാത്രമാണ് നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ വേയിൽ നടക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ഡയറ്റും ഗട്ടും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ക്ലിയർ ആവണമെങ്കിൽ നമ്മുടെ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. തീർച്ചയായിട്ടും. നമ്മുടെ ഡയറ്റ് പൂർണ്ണമാവണമെങ്കിൽ അതിൽ ഗട്ടിൻ്റെ ഹെൽത്തിനും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല ഹെൽത്തുള്ളൊരു ഗട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അന്നേരം നമ്മൾ ഡയറ്റിൻ്റെ ഒപ്പം തന്നെ ഗട്ടിൻ്റെ ഹെൽത്തും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം വരാൻ കാരണം, എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ ഒരു വ്യത്യാസം വരാൻ കാരണം. ഷെഫ് ഡയറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ലോസ് ഉണ്ടാക്കി. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഡയറ്റ് ചെയ്യുന്നതിന് ഗുണങ്ങളുണ്ട്. തീർച്ചയായിട്ടും. നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും, നല്ല ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കുന്നു. അതിലുപരി നമുക്കൊത്തിരി സന്തോഷവാന്മാരായിട്ട്, നമ്മുടെ ശരിക്കും നമുക്കുള്ള ഏജിനേക്കാളും കുറച്ച് നമുക്ക് ഫീൽ ചെയ്യും. അന്നേരം നന്നായിട്ട് നല്ല രീതിയിൽ ആഹാരം കഴിച്ചാൽ, നമ്മൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ആഹാരം കഴിച്ചാൽ അത് തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് സന്തോഷവാന്മാരാക്കും.
ഇപ്പം നമ്മളൊരു പുതിയൊരു വാഹനം മേടിക്കുകയാണെങ്കിൽ നമ്മൾ ആ വണ്ടി ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അതായത് ചിലപ്പോൾ ഇച്ചിരി സ്ക്രാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല, ചിലപ്പോൾ കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് ഒരു വീല് ചേഞ്ച് ചെയ്യും. അതിലും വാല്യുബിൾ ആണ് നമ്മുടെ ശരീരം. ഈ ശരീരം നോക്കാൻ ഇന്നത്തെ കാലത്ത് ആരും ശ്രമിക്കുന്നില്ല എന്നല്ല, അവർക്കതിനെക്കുറിച്ചൊരു ബോധ്യമില്ല, അതായത് ഒരു അറിവ് കിട്ടുന്നില്ല. അതായത് എന്താണ് കഴിക്കേണ്ടത്, എല്ലാവരും ടേസ്റ്റിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ, ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു തലമുറയാണ്. പക്ഷേ ഇപ്പോൾ അത് മാറി മാറി വരുന്നുണ്ട്. ശരിക്കും നമ്മുടെ ശരീരത്തിന് എന്താണ് ആവശ്യം എന്നറിഞ്ഞ് ഇവ പ്രോട്ടീൻ കഴിക്കുന്നത് എന്താണ്. നമ്മുടെ നാട്ടിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകുന്നു. അന്നേരം അത് ശരിക്കും ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും നമുക്ക് പ്രോട്ടീൻ 1 കിലോയ്ക്ക് ഏകദേശം 1.5 ഗ്രാം പ്രോട്ടീനോളം വേണം. അന്നേരം നമുക്ക് അങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആരും പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുന്നില്ല. പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കണമെങ്കിൽ നമ്മൾ പ്രോട്ടീൻ പൗഡറോ അല്ലെങ്കിൽ അതിൻ്റെ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ കൊടുക്കണം. അല്ലാത്ത രീതിയിൽ നമ്മൾ നോർമലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കില്ല. പക്ഷേ പ്രോട്ടീൻ്റെ കുറവാണെന്ന് എല്ലാ നമ്മുടെ മനുഷ്യരുടെ ഇടയിലും സംഭവിക്കുന്നത്. കഴിക്കേണ്ട പ്രോട്ടീൻ കൃത്യമായിട്ട് കഴിക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ എൻ്റെ മമ്മിയുടെ അവസ്ഥ വെച്ച് നോക്കി കഴിഞ്ഞാൽ ദിവസം 5 ഗ്രാം പ്രോട്ടീൻ പോലും കഴിക്കുന്നില്ല. അതായത് എൻ്റെ മമ്മിയുടെ വെയിറ്റ് ഏകദേശം 63 ഈ 63 വ്യക്തി 5 ഗ്രാം പ്രോട്ടീൻ പോലും കഴിക്കണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് മമ്മിയുടെ വെയിറ്റ് 58 ചുരുങ്ങി. ഈ 58 ചുരുങ്ങിയപ്പോൾ മമ്മിയുടെ പ്രോട്ടീൻ മമ്മി കഴിച്ചുകൊണ്ടിരുന്നത് 75 ഗ്രാമോളം പ്രോട്ടീൻ മമ്മി കഴിക്കുന്നുണ്ട്. അതുപോലെ ആവശ്യമുള്ള ഫൈബർ കഴിക്കുന്നുണ്ട്, മമ്മിക്കുള്ള എനർജിക്കുള്ള കാർബ്സ് കഴിക്കുന്നുണ്ട്, അത് വിറ്റാമിൻസ്, അതുപോലെ മിനറൽസ് കഴിക്കുന്നുണ്ട്, നട്ട്സുകൾ, അതുപോലെ ഗുഡ് ഫാറ്റ്സ്. ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമാണ് നമ്മളൊരു ഫിറ്റായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ മമ്മി വൈകുന്നേരങ്ങളിൽ കുറച്ച് നടക്കാൻ പോകുന്നു. ഒത്തിരി നേരമൊന്നുമില്ല, ഒരു അരമണിക്കൂർ മമ്മി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ മമ്മി ഒരു അരമണിക്കൂർ നടക്കും. ഈ മൂവ്മെൻറ്റും കൂടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാൽ മാത്രമാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് ഗുണം ചെയ്യുള്ളൂ. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും ചലനാത്മകമായിരിക്കണം. ശരിക്കും അതാണ് 100% ശരി. കാരണം നമ്മുടെ ഇന്നത്തെ തലമുറയിൽ എല്ലാവരും ചടഞ്ഞുകൂടി എവിടെയെങ്കിലും ഇരിക്കും. നേരത്തെ കുട്ടികളെല്ലാം കളിക്കാൻ പോകുമായിരുന്നു, ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഇതല്ല. പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയാണ്. പക്ഷേ എന്നാൽ നേരത്തെ തലമുറ എല്ലാവരും എപ്പോഴും അധ്വാനിച്ച് ജീവിച്ചൊരു തലമുറയാണ്. അതെ. അതുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയുന്നത് ചലനാത്മകമായിരിക്കണമെന്നാണ്. ഡയറ്റ് എന്നുള്ളത് പട്ടിണി കിടക്കുക എന്നുള്ളതല്ല എന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന ഷെഫ് അജുവിന് താങ്ക് യു. നല്ലൊരു ഡയറ്റ് പ്ലാൻ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളത് ഷെഫ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി.